ഇടുക്കിയുടെ എഴുത്തുകാരുടെ സാഹിത്യ സൃഷ്ടികൾ പാഠപുസ്തകങ്ങളിലൂടെ പുതുതലമുറ അടുത്തറിയുന്നു. CBSE 8ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിലാണ് ഇടുക്കിയിലെ എഴുത്തുകാരായ ജിജി കെ ഫിലിപ്പ്, EJ ജോസഫ്, പ്രിൻസ് ഓവേലി എന്നിവരുടെ കൃതികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയുടെ സാഹിത്യകാരന്മാരുടെ കൃതികൾ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് സാംസ്കാരിക രംഗം. കഥാകൃത്തും പ്രഭാഷകനുമായ ജിജി കെ ഫിലിപ്പിന്റെ പാതയം എന്ന കഥ, സാംസ്കാരിക പ്രവർത്തകനും നാടകൃത്തുമായ EJ ജോസഫിന്റെ മഞ്ഞുമലകൾ, കവി പ്രിൻസ് ഓവേലിയുടെ നക്ഷത്ര കവിതകൾ എന്നിവയാണ് ഇത്തവണത്തെ CBSE 8ാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചത്. പക്ഷേ പാഠപുസ്തക കമ്മിറ്റിക്കാർ പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് പരമാവധി വെള്ളവും വളവും ഇടുന്ന സമീപനമാണ് എടുക്കുന്നത്. അത് മാറേണ്ട കാലം കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള സഭ്യമായ എല്ലാ സാഹിത്യവും, ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ സാഹിത്യവും കണ്ട് അറിഞ്ഞു പഠിച്ചു പോകാനുള്ള ഒരു അവസരമാണ് പാഠപുസ്തകം ഒരുക്കേണ്ടത്. എങ്കിലേ നമ്മുടെ കുട്ടികളുടെ വായനയുടെ ആകാശം വിപുലപ്പെടൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾക്ക് നാടകം പഠിക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു സാഹിത്യ രൂപവും കൂടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ശ്രമം തീർച്ചയായും സഹായകരമാണ്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ നാടകം വായിക്കുന്ന കുട്ടികൾ നാടകത്തിനൊരു താല്പര്യമുണ്ടാകുന്നവര് ആയി മാറും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നാടകം അരങ്ങിൽ കാണാനും നാടകം വായിക്കാനും അവർ താല്പര്യമുണ്ട്. അത് മാത്രമല്ല, കേരളത്തെ മാറ്റിമറിച്ച കേരള നവോത്ഥാനത്തിന്റെ ഭാഗമായ കലാരൂപമാണ് നാടകം. അങ്ങനെയുള്ള നാടകം മറ്റ് കലാരൂപത്തെ പോലെ തന്നെ പരിഗണിക്കേണ്ടതാണെന്നും അത് ഉത്കൃഷ്ട സാഹിത്യ സൃഷ്ടികളുടെ കൂടെ പരാമർശിക്കേണ്ടതാണ് നാടകമെന്നും അവര് അന്വേഷിക്കാനും പഠിക്കാനും ഇത് കാരണമാകും. ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. കാരണം അത്രയും വലിയ ആളുകൾക്കൊപ്പം പാഠപുസ്തകത്തിൽ ഒരു ഇടം നേടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം എത്രയോ മഹാരഥന്മാരുടെ കഥകളും നാടകങ്ങളും ഒക്കെ പാഠപുസ്തകങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്തിൽ ഒരു സ്പേസിൽ നമ്മൾ എത്തും എന്ന് ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. കുഞ്ഞിരാമൻ നായരുടെയും ONV-യുടെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ രചനകൾക്കൊപ്പമാണ് ഇടുക്കിയുടെ എഴുത്തുകാരും ഇടം പിടിച്ചത്. മലയോരത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്തിന് ഇത് അഭിമാന നിമിഷമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.